Hi dears, welcome back to our next class, and we have been dealing with poetic techniques. Yes, we already gone through some figures of speech with examples that are comparison, simile, metaphor, imagery, and personification. And I was informed that you can follow our classes, and these helped you to understand the above figures of speech very well. Okay, now let us begin this class by discussing next figures of speech, that is hyperbole. What is hyperbole? Hyperbole is used in our daily discourses. For example, I have told you million times, 1,000 times. 1000 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ 1000 തവണ പറഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം. ഒരു 4-5 തവണ അല്ലെങ്കിൽ 8-10 തവണ പറഞ്ഞതിന്റെ പേരിലാണ് 1000 തവണ നിന്നോട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലും നാം പറയുന്നതാണ്. Some exaggerated words is used in our daily discourse to enrich its meaning or to invite others' attention. എക്സാജറേറ്റഡ് ആയി പൊലിപ്പിച്ചു പറയാ, കൂട്ടി പറയാ, ഇതിനെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. Hyperbole is a kind of exaggerated comparison. In order to express the intensity of an emotion extremely, a writer compare his emotion to something which is bigger than it. It is kind of a comparison. But കമ്പയർ ചെയ്യപ്പെടുന്ന വസ്തുവിന്റെ മീനിങ് ഒന്നുകൂടി പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി അധികരിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് ഹൈപ്പർബോൾ. And it is used to express the intensity of an emotion extremely. Emotions or internal state of a writer അത് എക്സ്ട്രീംലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഹൈപ്പർബോളുകൾ പോയട്രിയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. റൈറ്ററുടെ ഇമോഷൻസ്, ഫീലിങ്സ് അതിന് ഹയസ്റ്റ് ഡിഗ്രിയിൽ, ഇന്റൻസ് ലെവലിൽ എക്സസീവായിട്ട് പ്രതിഫലിപ്പിക്കുന്നു. അതിലൂടെ ആ സെന്റൻസുകൾക്ക്, അതിലെ മീനിങ്ങൾക്ക് ഒരു എൻറിച്ച്മെന്റ് ലഭിക്കുന്നു. റൈറ്റർ ഇവിടെ തന്റെ ഇമോഷൻസിനെ അതിനേക്കാൾ തീവ്രതയുള്ള വസ്തുക്കളുമായി കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ക്വാളിറ്റിയെ കൂടുതൽ പ്രതിഫലിപ്പിച്ച് അതിനേക്കാൾ ക്വാളിറ്റിയുള്ള വസ്തുക്കളുമായി സാമ്യപ്പെടുത്തുന്നു, കമ്പയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എ റൈറ്റർ മേ കമ്പയർ എ ടിയർ ടു എ ഫ്ലഡ് ടു കൺവേ ടു ദ ഇന്റൻസിറ്റി ഓഫ് സോറോ. അവരുടെ ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ ഇന്റൻസിറ്റി, തീവ്രതയെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി, കൺവേ ചെയ്യാൻ വേണ്ടി അവരുടെ ടിയേഴ്സിനെ, കണ്ണുനീർ തുള്ളികളെ ഒരു ഫ്ലഡുമായി, ജലപ്രളയവുമായി, വെള്ളപ്പൊക്കവുമായി കമ്പയർ ചെയ്യുന്നു, അതിനോട് സമാനപ്പെടുത്തുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം ടിയേഴ്സ് ഒരിക്കലും ഒരു ഫ്ലഡ് ഉണ്ടാക്കാൻ ഒരിക്കലും മതിയായതല്ല എന്ന്. പക്ഷെ ആ ഒരു ടിയേഴ്സ് സൂചിപ്പിക്കുന്ന സങ്കടത്തിന്റെ തീവ്രത കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലഡിനോട് സമാനപ്പെടുത്തി ഇങ്ങനെയുള്ള ഹൈപ്പർബോളുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഹൈപ്പർബോൾ ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ ആംപ്ലിഫൈഡ് സിമിലി ഓർ മെറ്റാഫോർ. ഇന്റൻസീവായ, എക്സസീവായ, ഉള്ളതിനേക്കാൾ പൊലിപ്പിച്ചു കാണിക്കുന്ന സിമിലി അല്ലെങ്കിൽ മെറ്റാഫോർ എന്ന രൂപത്തിലാണ് ഹൈപ്പർബോളിനെ പരിഗണിച്ചു വരുന്നത്. അനദർ എക്സാമ്പിൾ, ബ്രൈറ്റ് ലൈക്ക് എ സൺ. സൂര്യനെ പോലെ തിളങ്ങുന്നു. ഭൂമിയിലെ വസ്തുക്കൾ സൂര്യന്റെ അത്ര കാഠിന്യം, തിളക്കമില്ലാത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ ബ്രൈറ്റ്നെസിന്റെ ഇന്റൻസിറ്റി, തീവ്രത കാണിക്കാൻ വേണ്ടിയാണ് സണ്ണിനോട് കമ്പയർ ചെയ്യുന്നത്. ടെക്സ്റ്റിലെ ചില സെന്റൻസുകളിലേക്ക് വരുമ്പോൾ, പേജ് നമ്പർ 41, poet is often an expression of feelings, intense and individual. Poets also exaggerate to convey the intensity of their feelings. They may compare tears to flood, a beloved's face to 1,000 moons, a day to 1,000,000 years. This kind of amplified simile or metaphor is called hyperbole, which in Greek literally means throw above. പോയട്രിയിൽ ചിലപ്പോൾ വളരെ തീവ്രതയുള്ള വികാരങ്ങൾ കാണപ്പെടുന്നു. അത്തരം തീവ്രതയുള്ള വികാരങ്ങളുടെ പ്രതിഫലനമാണ് പോയട്രി. ഇങ്ങനെയുള്ള തീവ്രമായ വികാരങ്ങളെ പ്രതിഫലിപ്പിച്ച് കാണിക്കാൻ, കൺവേ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പോയറ്റ്സുകൾ എക്സാജറേറ്റായി ഉള്ളതിനേക്കാൾ പൊലിപ്പിച്ച് കാണിക്കുന്ന, അതിശയോക്തി കാണിക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നു. ഫോർ എക്സാമ്പിൾ, tears is compared with flood and their beloved's face is compared to 1,000 moons. 1000 പൂർണ്ണചന്ദ്രങ്ങളുടെ പ്രകാശമുണ്ട്, തിളക്കമുണ്ട്, ഭംഗിയുണ്ട് നിന്റെ മുഖത്തിന് എന്ന ഒരു സ്നേഹിക്കപ്പെടുന്ന കാമുകിയുടെ ഫേസിനെ കമ്പയർ ചെയ്ത് പറയുന്നു. ആൻഡ് എ ഡേ ഈസ് കമ്പയർഡ് വിത്ത് 1,000,000 years. ഒരു ദിവസം 1,000,000 yearsമായി കമ്പയർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ആംപ്ലിഫൈഡ് സിമിലികൾക്കും മെറ്റാഫേഴ്സിനുമാണ് ഹൈപ്പർബോൾ എന്ന്
പറയുന്നത്. And here we have a poem As He Grew Older by Langston Hughes. To pick out hyperbole from these lines as a classroom activity. Langston Hughes is a famous African American poet and social activist, and this poem is about dream that the poet was unable to achieve because of racial discrimination, racial oppression and discrimination against blacks. ബ്ലാക്ക് സ്കിന്നായതിൻ്റെ പേരിൽ, വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിൾസ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വിവേചനം, അതിനെപ്പറ്റിയുള്ള ഒരു പോയമാണ്. ദ പോയറ്റ് ഹാഡ് ഡ്രീംസ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്, ബട്ട് ആസ് ടൈം പാസ്ഡ് ആൻഡ് ഹീ ഗ്രൂ അപ്പ്, he was unable to achieve because of racial discrimination. As I Grew Older by Langston Hughes. It was a long time ago. I have almost forgotten my dream, but it was there then, in front of me, bright like a sun, my dream. And then the wall rose slowly, slowly, between me and my dream, rose until it touched the sky. The wall, shadow, I am black. I lie down in the shadow. No longer the light of my dream before me, above me, only the thick wall, only the shadow. My hands, my dark hands, break through the wall, find my dream. Help me to shatter this darkness, to smash this night, to break this shadow into 1,000 lights of sun, into 1,000 whirling dreams of sun. Here the poet, the speaker, recalled his dream that he had long ago. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു, അല്ലേ? നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിൽ കാണുന്ന പല കാഴ്ചകൾ, പല എക്സ്പീരിയൻസുകൾ, അതിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാം. എന്നാൽ അത് മുതിർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഉപേക്ഷിക്കും. ബട്ട് സം ഓഫ് us take them and bring into action and some of us leave them. എന്നാൽ ഇവിടെ ഒരു രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥ കാരണം, വിവേചനത്തിൻ്റെ പേരിൽ, അനീതിയുടെ പേരിൽ അത്തരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കക്കാരൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ആഫ്രിക്കക്കാർ. അപ്പോൾ അവിടെയുള്ള വൈറ്റ് പീപ്പിൾ ഈ ആഫ്രിക്കൻ ജനതയെ, ബ്ലാക്ക് സ്കിൻ കളറുള്ള ഈ ആഫ്രിക്കക്കാരെ ഒരു സെക്കൻഡ് സിറ്റിസനായിട്ട് അവഗണനയോട് കൂടിയാണ് എല്ലാ വിഷയങ്ങളിലും കാണുന്നത്. I have almost forgotten my dream, but it was there then in front of me, bright like a sun, my dream. ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നിരുന്ന എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ, അങ്ങനെ ചില പ്രതീക്ഷകൾ എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥ കാരണം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹിയർ ദ സെൻറ്റൻസ് ബ്രൈറ്റ് ലൈക്ക് എ സൺ, സൂര്യനെ പോലെ ജ്വലിക്കുന്ന. അപ്പോൾ സൂര്യനെ പോലെയുള്ള ജ്വലനം ഏതായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഹൈപ്പർബോൾ ആണ്. ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ദെൻ ദ വാൾ റോസ് slowly between me and my dream. And here a wall is rise up to block the sunlight. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എൻ്റെയും ആ സ്വപ്നത്തിൻ്റെയും ഇടയിൽ ഒരു മതിൽക്കെട്ട്, ഒരു വാൾ ഉയർന്നു വന്നു. സ്ലോലി ഗ്രാജുവലി ഉയർന്നു വന്നു. ടു പ്രിവെൻറ്റ് ഹിം ദ ലൈറ്റ് ഓഫ് ഡ്രീം. ആൻഡ് ഹിയർ ദ വാൾ റോസ്. മതിൽ ഉയർന്നു വരിക എന്നത് ഒരു പേഴ്സോണിഫിക്കേഷനായിട്ട് നമുക്ക് പറയാം. മതിൽ അങ്ങനെ സാധാരണ ഉയർന്നു വരാറില്ല. അതിനാൽ വാൾ റോസ് എന്നത് ഒരു പേഴ്സോണിഫിക്കേഷനായിട്ട് പറയാം. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ തടസ്സമായിട്ട് അതിനിടയിൽ എൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇടയിൽ ഒരു മതിൽക്കെട്ട് ഉയർന്നു വന്നു. മതിൽ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ മതിൽ ഉയർന്നു വന്നിട്ടില്ല. സ്വപ്നത്തിൻ്റെയും എൻ്റെയും ഇടയിൽ ഒരു മതിലിങ്ങനെ ഫിസിക്കലി ഉയർന്നു വന്നിട്ടില്ല. അതിന് മറ്റെന്തൊക്കെയാണ് അർത്ഥങ്ങളുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ആ ഒരു സൊസൈറ്റിയിൽ അവർക്കിടയിൽ മതിൽക്കെട്ട് ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ ചില തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, വാൾ ഓഫ് ഇൻജസ്റ്റിസ്,
വാൾ ഓഫ് ഈ ഡിസ്ക്രിമിനേഷൻ, കറുത്ത വർഗമായതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, ആ അർത്ഥത്തിലാണ് അവിടെ വാൾ ഉപയോഗിക്കപ്പെട്ടത് എന്നറിയാം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ. എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ദർ സ്കിൻ കളർ, അവരുടെ റേസാണ് ഒരു ബാരിയറായിട്ട്, തടസ്സമായിട്ട്, വാളായിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ, മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സമാകുന്ന പ്രതിബന്ധമായി നിൽക്കുന്നത്. സോ ഹിയർ ദ വാൾ ഈസ് മെറ്റാഫർ ആൻഡ് സിമ്പിൾ. Rose until it touched the sky, the wall, shadow and black. I lie down in the shadow. Rose until it touched the sky. ആകാശം മുട്ടേ വളർന്നു ആ മതിൽക്കെട്ട് എന്ന് പറയുമ്പോൾ ആകാശം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരിക്കലും അത്തരൊരു മതിൽക്കെട്ട് നിർമ്മിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഉയർന്നു വരില്ല എന്ന് അറിയാം. സോ ദിസ് സെന്റൻസ്, റോസ് അണ്ടിൽ ഇറ്റ് ടച്ച്ഡ് ദ സ്കൈ, ഇസ് എ ഹൈപ്പർബോൾ. ആ വളർച്ചയുടെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്, അല്ലാതെ ഫിസിക്കലായിട്ട് ആകാശം ടച്ച് ചെയ്യുന്ന രൂപത്തിലല്ല. സോ ഞാൻ ബ്ലാക്ക് ആയതിൻ്റെ പേരിൽ ആ ഉയർന്നു നിൽക്കുന്ന മതിലിനപ്പുറത്ത് അതിൻ്റെ ഷാഡോയിൽ, ഇരുട്ടിൽ എനിക്ക് എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്നു. ദിസ് ബ്ലാക്ക് പീപ്പിൾ, ആഫ്രിക്കൻ അമേരിക്കൻസ്, അവെയർ ഓഫ് their status as a second class citizen, അമേരിക്കയിൽ ആ ഒരു 20-ാം നൂറ്റാണ്ടിൽ അവർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ അവർക്കറിയാം. അവരൊരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ടാണ്, അവഗണിക്കപ്പെട്ട ജനതയായിട്ടാണ് പരിഗണിച്ചു പോരുന്നത്. അതുകൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ആ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ദെൻ അഗൈൻ ഹിയർ ഷാഡോ ഈസ് എ സിമ്പിൾ. നിഴലിൽ, ഒരു മറയിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ മതിൽക്കെട്ടുണ്ടാക്കിയ, സാമൂഹിക വ്യവസ്ഥകൾ ഉണ്ടാക്കിയ, റേസിസം കാരണമുണ്ടാക്കിയ അന്ധകാരം എന്നോ ഇരുട്ടു എന്നൊക്കെ പറയാം. ദെൻ ഐ എം ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആ സ്കിൻ കളറിനെ അറിയിക്കൽ മാത്രമല്ല, അതിനപ്പുറത്ത് ഞാൻ കറുത്ത വർഗ്ഗക്കാരനാണ്, അതിൻ്റെ പേരിൽ ഞാൻ സമൂഹത്തിലെ സെക്കൻഡ് സിറ്റിസൺ ആണ്, അവഗണിക്കപ്പെട്ടവനാണ്, ഒരുപാട് സാമൂഹിക അനീതികൾ, വിവേചനങ്ങൾ അനുഭവിക്കുന്നവനാണ് എന്നൊരുപാട് അർത്ഥങ്ങൾ ഐ ആം ബ്ലാക്ക് എന്നതിനുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഐ ആം ബ്ലാക്ക് എന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഹിയർ വാൾ റൈസസ് ആൻഡ് ഡിം ആൻഡ് കംപ്ലീറ്റ്ലി ഹൈഡ് light of dream to him, and it cast a shadow on him. No longer the light of my dream before me, above me, only the thick wall, only the shadow. My hands, my dark hands break through the wall. And here the poet realized that he is in black, and the remaining barriers to prevent them from achieving their dream is only their shadow. So here he determined to break the wall. He wanted to break the wall and find his dream. അപ്പോൾ നിലവിലെ ഈ സാമൂഹിക അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വാൾ ഓഫ് റേസിസത്തെ, ഡിസ്ക്രിമിനേഷനെ, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ തൻ്റെ സ്വപ്നത്തെ കണ്ടെത്താൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനാൽ എനിക്ക് മുകളിലുള്ള, എൻ്റെ മുമ്പിലുള്ള ഈ നിഴൽ, അതിന് കാരണമായ ആ തിക്ക് വാൾ, അതുമാത്രമാണ് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഐ വാണ്ട് ടു ബ്രേക്ക് ദ വാൾ വിത്ത് മൈ ഹാൻഡ്സ്, വിത്ത് മൈ ഡാർക്ക് ഹാൻഡ്സ്. ഹെൽപ്പ് മീ ടു ഷാറ്റർ ദിസ് ഡാർക്ക്നെസ്, ടു സ്മാഷ് ദിസ് നൈറ്റ്, ടു ബ്രേക്ക് ദിസ് ഷാഡോ into 1,000 lights of sun, into 1,000 whirling dreams of sun. ഇവിടെ ഷാറ്റർ, സ്മാഷ് ഏകദേശം ഒരേ അർത്ഥത്തിലാണ്. ടു ഡിസ്ട്രോയ്, ടു ബ്രേക്ക്, ടു റൂയിൻ കംപ്ലീറ്റ്ലി, നശിപ്പിക്കുക, ഇടിച്ച് തകർക്കുക. മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തടസ്സമായി നിൽക്കുന്ന ഈ ഒരു ഡാർക്ക്നെസ്സിനെ, ആ തിക്ക് വാളിനെ, ടു റൂയിൻ കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് ഉടച്ചു തകർക്കാൻ വേണ്ടി എൻ്റെ സ്വപ്നങ്ങളും മറ്റുമൊക്കെ എനിക്ക് കൂടുതൽ കരുത്തു പകരേണ്ടതുണ്ട്. ആൻഡ് ഇൻ ടു 1,000 ലൈറ്റ് ഓഫ് സൺ, അങ്ങനെ അത് പൂർണ്ണമായി നശിക്കുന്നതിലൂടെ സ്വപ്നങ്ങളുടെ ആയിരക്കണക്കിന് പ്രകാശവർണ്ണങ്ങളായി, സൂര്യന്റെ ജ്വലിക്കുന്ന ആയിരക്കണക്കിന് കിരണങ്ങളായി അത് മാറുകയും ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഹിയർ അഗൈൻ വി സീ ദ യൂസ് ഓഫ് ഹൈപ്പർബോൾ. into 1,000 lights of a sun, into 1,000 whirling dreams. ഈ രണ്ട് സെന്റൻസും ഹൈപ്പർബോൾ ആയിട്ട് നമുക്ക് കാണാം. സൂര്യന്റെ ആയിരക്കണക്കിന് ലൈറ്റ്സുകൾ, അത് എക്സാജറേറ്റ് ആയിട്ട് ഉപയോഗിച്ചതാണ്. ആൻഡ് ഹിയർ ഹൈപ്പർബോൾസ് ഫ്രം ദീസ് ലൈൻസ് ആർ ബ്രൈറ്റ് ലൈക്ക് എ സൺ, ദെൻ until it touched the sky, then into 1,000 lights of sun, and into 1,000 whirling dreams of sun.
And here the wall, shadow and blacks are symbols. Then ചില പേഴ്സോണിഫിക്കേഷൻ നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Then bright like a sun, ലൈക്ക് വന്നതുകൊണ്ട് അവിടെ സിമിലിയാണ്. ഇത്തരത്തിലുള്ള സിമിലി മെറ്റാഫേഴ്സും മറ്റൊക്കെ നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു പോയം നമ്മൾ ഇനി കാണുകയാണെങ്കിൽ, അത്തരം സെൻറ്റൻസുകൾ നാം കാണുകയാണെങ്കിൽ അതിൽ നാം പഠിച്ച പോയറ്റിക് ടെക്നിക്സ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, സിമിലി, മെറ്റാഫോർ, പേഴ്സോണിഫിക്കേഷൻ, ഇമേജറി, ദെൻ ഇപ്പോൾ നാം പഠിച്ച ഹൈപ്പർബോൾ തുടങ്ങിയവയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക, അതിലെ പോയംസുകളൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുക. അപ്പോൾ ഓക്കെ, സി യു, ഹാവ് എ നൈസ് ഡേ.